ഹലോ ഗൈസ്, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മളെവിടേക്കാണ് വെച്ചാൽ പോണത്? ജാംജൂമി പോകണം കേട്ടോ. നമുക്കിന്ന് റംസാൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങാൻ ഇനി പോണ്. അപ്പോൾ ജാംജൂമിൽ അന്ന് പോയിട്ട് സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതെ, ഇന്നിപ്പോൾ എങ്ങനെയാണ് തിരക്കുന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഇന്നലെ അതിലേ പോയപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു. റിനുണ്ട്, നീനുണ്ട്, ഇച്ച, റിച്ചു, പിന്നെ ഞാൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരായിട്ടാണ് പോണത്. പിന്നെ അവിടെ ചെന്ന അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം അല്ലേ. അപ്പൊ അതെ, ഞങ്ങൾ ജാംജൂമിൽ എത്തിയപ്പോഴാണ് അവിടെ നല്ല മഴ. ഇങ്ങനെ നടക്കിച്ച 2 ട്രോളി കൊണ്ടുപോകാനുള്ളല്ലേ. ഓ, ഫസ്റ്റ് നമ്മൾ ട്രോളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് മതിയോ? തക്കാളി കുറെ എടുക്കണ്ട. തക്കാളി നമുക്കിനി വലിയ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് സവോള എടുക്കണം, ഉള്ളി എടുക്ക്, അല്ല ചെറുള്ളി ഇതിൽ കിട്ടോ. കുറച്ച് വലുതെടുത്തോടിക്ക. നല്ലത് നോക്കിട്ട് എടുക്കണേ. നല്ലതും വേണം, വലുതും വേണം. ഉരുളക്കിഴങ്ങ് കൊടുക്കണുണ്ട് ചാ. കട്ട്ലൈറ്റ് ഒക്കെ അല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി. അതെ, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓരോന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് എടുക്കാം അല്ലേ. വെജിറ്റബിൾസ് ഫുള്ള് കഴിക്കണം. ഉരുളക്കിഴങ്ങ് മതി മതി മതി. നല്ല നോക്കിട്ടല്ലോ എടുത്തേ. പിന്നെ അവിടെ കൊണ്ടുപോകും ഉമ്മി പറയും, നിങ്ങൾ എന്താ നോക്കാണ്ട് എടുക്കണേന്ന് വെച്ചു. റിനുവിൻ്റെ ട്രോളി കൊടുത്തിരിക്കണം കേട്ടോ. ഇപ്പൊ റിനുവിന് ഇപ്പൊ അതൊക്കെ ബില്ലടിക്കണം. ഇനി വേണം. ഇതേ മുളക് എടുക്കണ്. ഇനി അതൊക്കെ എടുത്തിട്ട് വാട്ടോ. ഓക്കെ, ഇനിയെന്താ? മുളകോ? ഞങ്ങളവിടെ ഇങ്ങനത്തെ മുളകല്ലിച്ചാ. ഞങ്ങളവിടെ ഈ മുളകാണ് ഞങ്ങൾ എടുക്കണേ. ഞങ്ങൾ വീട്ടില് അതെ, അത് ശരിയാണ്. ഇത് ഞങ്ങൾ കൊറേ എടുക്കും. പക്ഷെ ഇവിടെ വന്ന് പിന്നെ ഇത് ഒരെണ്ണം എടുത്താൽ മതി. ഒരെണ്ണം നോക്കിട്ട് നല്ലത് നോക്കിട്ട് എടുത്തോട്ടോ. എല്ലാം എടുക്കണ്ട, ഒരെണ്ണം മതിയേ. ഇവിടെ ഇനിയിപ്പോ ബില്ലടിക്കാനുള്ള തിരക്കായിരിക്കണ്ടോ. നെക്സ്റ്റ് ഇഞ്ചി. വെളുത്തുള്ളിയാണോ? വെളുത്തുള്ളി ട്രോളി. റിച്ചു ജാംജൂമ് കാണാൻ വന്നാണ്. ഇവർക്കാണ് ജാംജൂമ് കാണണം കാണണം എന്നൊക്കെ പറഞ്ഞിരുന്ന കേട്ടോ. കണ്ടില്ലേ? ഇഷ്ടായോ? അതിൽ കയറാ. ടൈമുണ്ട്, നമ്മിന് മുകളിലേക്ക് പോകും. 3-4 കവർ എടുക്കാൻ പറഞ്ഞിട്ട് ഒരെണ്ണൊക്കെ എടുത്തോണ്ട് പോന്നിരിക്കണ്. അതല്ല നല്ലത് എടുത്തത്. വലുത് വലുത് നോക്കിട്ട് എടുത്താ.
ഇവിടെ കവറുണ്ട് കവറിന് വേണ്ടി ഇങ്ങനെ ഓടിപ്പിക്കാണ് താത്താണ്ട് പറയണ്ട കവർ ഇവിടെ ഉണ്ട്. സമൂസൊക്കെ ഉണ്ടാക്കേണ്ടി വരില്ലേ? ഇപ്പൊ ക്യാരറ്റ് വേണ്ടേ? അപ്പൊ ക്യാരറ്റ് ഉണ്ടാക്കി ബീൻസ് വേണ്ടേ സമൂസക്ക്? ബീൻസ് കുറച്ചെടുക്കണോ? വേണ്ടല്ലേ? ജ്യൂസ് അടിക്കാൻ വേണ്ട, പാലിന്റെ വേണ്ട. നീനുന്റെ പണി വേഗം കൃത്യമായിട്ട് ചെയ്യണ്ടോ? ബീൻസ് വേണോ? ഇപ്പൊ എല്ലാരോടും കഴിക്കോ എന്ന് പറഞ്ഞിട്ട് വേണം ഇപ്പൊ എടുക്കാന്. അതല്ലിച്ച കുറച്ചെടുത്താ മതി. നീ സമൂസ ഷീറ്റ് വാങ്ങണം. ഇത് വേണ്ട, ഇത് നമ്മ വാങ്ങാറില്ല. നമ്മ വാങ്ങണത് സ്വീറ്റ്സ് മധുരത്തിന്റെ നല്ലത് ഇതല്ലല്ല. റിനു നിങ്ങളെ വീട്ടില് വാങ്ങണത് ഏതാ? ഇവരാണ് ഫുള്ള് എപ്പോഴും സമൂസ കിട്ടുന്ന ആൾക്കാരില്ല. ഇതാണോ? വെജിറ്റബിളിന്റെ സെക്ഷൻ കൊണ്ടിരിക്കട്ടെ. ഇത് ബില്ലടിക്കാൻ പറഞ്ഞത് വെജിറ്റബിളൊക്കെ അടിക്കണ്ടെന്നിട്ട് ഓടിയാ എല്ലാ സാധനം കൊണ്ട് ബില്ലടിക്കാൻ വിചാരിച്ചത്. എന്നിപ്പോ കട്ട്ലേറ്റ് ഉണ്ടാക്കി എന്നോട് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ നാളത്തെ ഇനിയിപ്പോ ഉമ്മ പണ്ട് ഇതുമാതിരി എന്നോട് ചെയ്തില്ല. ഇനിയിപ്പോ കട്ട്ലേറ്റ് കയറാം. പണ്ടേ ഗൾഫ് പോയ സമയത്ത് ഉമ്മയുടെ തുമ്മ മുരിങ്ങൻ്റെ കൂട്ടാൻ ഭയങ്കര പൂജയാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ പിറ്റേ ദിവസം മുതല് ഗൾഫ് തിരിച്ചിന്റെ ലീവ് കഴിഞ്ഞ് പോവോളം മുരിങ്ങൻ്റെ എന്നും കട്ട്ലേറ്റ് ഉണ്ടാക്കണ്ടാന്ന്. എന്നാലും ബ്രെഡ് വേണം. ഇത്ര നേരം ഗൈസ് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, സമാധാനായി എനിക്ക്. ചിക്കൻ മസാല, ബീഫ് മസാല ഒക്കെ ഇപ്പൊ ചെലവുണ്ടാവണാണ്. ഇതൊക്കെ വാങ്ങണം. ഇതല്ലിച്ച ഇവിടുത്തെ ഓഫർ കഴിഞ്ഞോ? ചിക്കൻ മസാലക്ക് 29 രൂപയും തുറന്നു. ഇപ്പൊ കൂടിയിട്ട് 34. എടുത്തോ, എന്തായാലും വേണം. ഇവിടെ നല്ല കാറ്റുണ്ടല്ലേ. ഇനി നമുക്ക് ബ്രെഡ് വാങ്ങണം. ഇവിടെ എത്തി. നോക്കി നടക്കായിരുന്നു ബ്രെഡ്. അതന്നെ തെരഞ്ഞ് പോണ വഴി കൂടെ ഒക്കെ ഉണ്ടോ ഞങ്ങി പോണത്. തെരഞ്ഞു എവിടക്കണ എത്തിയെന്ന് നോക്കാം. എന്ത് വാങ്ങാനാ, എന്തെടുക്കാനാ വന്ന? വെള്ളക്കടല, ഗ്രീൻ പീസ്, വെള്ളക്കടല ഇപ്പൊ ആദ്യം വാങ്ങിക്കൊണ്ടുവന്നിരുന്നാണ്. കടല യൂസ് ചെയ്തിപ്പോ വെള്ളക്കടല ഭയങ്കര ഇഷ്ടം. ചെറുപയർ ഉണ്ടോ അവിടെ? പൊട്ടിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും വേണ്ടല്ലോ. നോക്കി പരിപ്പ് അവിടെ ഉണ്ടാക്കണം. ഉണ്ടാകൊണ്ടിച്ച് പരിപ്പടാ. ഈ കടല വേണ്ട അവിടെ ഉണ്ട്. പൊട്ടിച്ചിട്ടില്ലേ? അവിടെ ചെന്നിട്ട് പൊട്ടിച്ച് തെളിവാണ് നമ്മള് പറഞ്ഞപ്പോ അവിടെ ഉണ്ട്. നോമ്പിനെ പർച്ചേസിങ് കൂടെ കഴിയും. ഇതിപ്പോ ഒരു മാസത്തിന് വാങ്ങിച്ചതുകൊണ്ട് നല്ല നടക്ക്. കവർ എടുക്കണ ആളോട് കവർ എടുത്തോണ്ട് വരാനേ. ഇച്ചടിക്കല് ഞാൻ ഇച്ചടിക്കുന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പറയുന്നു വിചാരിച്ചേ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. അപ്പൊ നാളെ ഇനി ഇതായിരിക്കണ്ടേ ജ്യൂസ്. ബാസ്കറ്റ് മാറി. എന്റെ ഫേവറേറ്റ് സാധനം ഉണ്ടോ? വേണ്ട റിച്ചു, നീനു, റീനു എല്ലാവരും ഇപ്പൊ കവറും കൊണ്ട് നടക്കണ്ടോ. ഇപ്പൊ ഇത് കഴിഞ്ഞു.
വേഗായിക്കോട്ടെ വേഗായിക്കോട്ടെ. കഴിഞ്ഞു എല്ലാം കഴിഞ്ഞോ? ഇത് മതിയോ? പാലെടുക്കാം. ഒരു പാക്കറ്റ് പാല. പിന്നെ ചപ്പും പൊതിന് ഇല്ലേ ഇവിടെ വെച്ചാ? അതൊന്നല്ലേ ഇപ്പൊ ചപ്പും പൊതിനൊക്കെ മറന്നോ? ഇതെന്താ കുപ്പിയിലാക്കി ആപ്പിളുണ്ട്. ഇത് റോക്കറ്റ് ആപ്പിളാണിത്. അതെ ചില വ്യത്യാസം ഉണ്ടാവേ. കിട്ടിയില്ലേ? മതിയാ. വിഷയത്തിന് നമ്മ വാങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇതെല്ലാരും ട്രോളിങ് ചെന്നിട്ടെടുക്കണ്ടേ? അതെ, ഇവിടെ ഒരു പാവം കുട്ടി തള്ളിക്കൊണ്ടിരിക്കണ്ടേ. അത് ചാക്ക ഹെൽപ്പില്ലേ? ആ, സഹായിച്ചു കൊടുക്കണം എല്ലാരും ട്രോളി. റിച്ചുവിന് അവിടെ എന്തോ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പൊ റിച്ചുവിന് അത് നോക്കണം, പ്രീസ് ഐറ്റംസ് എന്തോ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിച്ചു അത് വിളിച്ച് ചോദിച്ച് അതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെയും കഴിഞ്ഞാൽ നമുക്ക് കഴിയും. നമുക്കിനി ബില്ലടിക്കാം. ബില്ലടിക്കേ എന്ത് ഇതൊക്കെ വേണം റിച്ചുവിന്? ആ, ഫുള്ളെടുക്കാല്ലേ? എന്താണ് ഇച്ചതിനെ പറഞ്ഞേക്കണേ? കണ്ടിട്ടുണ്ടായിട്ടിങ്ങനെ ഓടിയിട്ടുണ്ട് എവിടെന്ന് വെച്ചിട്ട്. പോവല്ലേ റിച്ചോ? ഇനി ഇവർക്ക് എസ്കലേറ്ററിലും കൂടെ കയറണം എന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്ത് ഞാൻ വീഴോ? ഇന്ന് ഈ ഫോൺ പിടിച്ചോ. കണ്ടിച്ച ഞാൻ ഇവിടെ ഇറങ്ങാനിരിക്കണ്ട. കുഴപ്പമില്ലാണ്ട് ഇറങ്ങി സമാധാനം. വീഡിയോയില് കറക്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത്ര നേരം വിളിക്കാറുണ്ട് മാമി എസ്കലേറ്ററിൽ കേറിയില്ല എന്ന് പറയല്. സ്റ്റെപ്പില് വിടട്ടെ? വേണ്ട. പേടിച്ചാ? അപ്പിച്ച തള്ളിട്ടതാ. ഞാൻ വിചാരിച്ച ഇച്ച ഉന്തിയാണെന്ന്. അപ്പൊ നമ്മ സെക്കൻഡ് ഫ്ലോറിൽ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു സാധനങ്ങളും നമ്മൾ എടുക്കുന്നില്ല. ജസ്റ്റ് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. കാറിൽ തലേ. അപ്പൊ റിച്ചുവിന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് പറഞ്ഞു. നമുക്കൊന്നും എടുക്കാനില്ല, നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ കാണാൻ വന്നതാണ് അല്ലേ? ഇഷ്ടപ്പെട്ട ഇവിടൊക്കെ? ആർക്ക്? നീനുവിന് പേടിച്ചോട്ടെ. നീനു ശരിക്കും ഇച്ച പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ നീനു വീണേനെ. ഇനി ഇവിടെ ഒരു ഗൂഢാലോചന ഉണ്ട് കേട്ടോ. ഇനി ഇത് വാങ്ങണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പൊ കേറുന്ന വീഡിയോ എല്ലാരും കണ്ടില്ല, ഞങ്ങൾക്ക് മര്യാദക്ക് വീയാൻ പറ്റിയില്ല. അപ്പൊ ഇനി അടുത്തത് നമുക്ക് കിട്ടുമില്ലേ നോക്കാം. നോക്കിട്ടെ നീനു ഇച്ച കയ്യും പിടിച്ച് പോണുണ്ട്. വേറെ ഡിസ്റ്റ് ഉണ്ട്. എസ്കലേറ്റർ ഓഫ് ആയി. ഇനി സ്റ്റെപ്പ് നടന്നു. നീന് വന്നപ്പോ തന്നെ പറഞ്ഞാണ് ഇവിടെ വേറെ വല്ല സ്റ്റെപ്പ് ഉണ്ടോന്ന് ചോദിച്ചു. നടന്നോ? അത് സ്റ്റെപ്പാണ്. ഒല്ലോ പാവങ്ങള്. ഒന്ന് ജാം ജൂമ് കാണിക്കാന്നേ പറഞ്ഞോളൂ. അതിന് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കണത്? അത് ചടല് കൊടുത്തോ? രണ്ടാളും പിടിച്ച് പോണുണ്ട്. ഇങ്ങനത്തെ ആഗ്രഹം എന്തെങ്കിലും കാണണം എന്നൊക്കെ വലിയൊരു പേടി ഉണ്ടാവണം. അത് മനസ്സിലായി. ഇനി പറയൂലെന്ന്. ഇനി ഞാൻ കുറച്ചില്ല പോണെന്ന്. നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. മണ്ണിന്റെ മണം വരുന്നുണ്ട്. അല്ല, മണ്ണിന്റെ മണം മണക്കുന്നുണ്ട്. നല്ല മഴ. ഇപ്പോഴും മഴ ഉണ്ട്.
മഴ എന്താ ഇത്? മറ്റേ ഷുഗർ കെയിൻ ഇല്ലേ, കരിമ്പിന്റെ ജ്യൂസാണ്. അത് പല ഫ്ലേവറിൽ, ഒരു സാധാരണ കരിമ്പ് ജ്യൂസല്ല, നമുക്ക് വേണ്ട ഫ്ലേവർ ആ ജ്യൂസിൽ ആഡ് ചെയ്ത് തരും. അതാണ് പരിപാടി. ഫസ്റ്റ് ക്യാപ്സിനെ പോലെ തന്നെ ഫസ്റ്റ് ബില്ലടക്കണം സാധനം. കരിമ്പ് ജ്യൂസൊക്കെ ഇങ്ങനെ സാധാരണ മെഷീനിൽ ഇട്ടാണ്ട് അടിക്കുന്നത്. ഇവിടെ കരിമ്പ് ജ്യൂസ് അടിക്കണുണ്ടോ, മിക്സിയിലൊക്കെയാണ് കരിമ്പ് ജ്യൂസ് അടിക്കുന്നത്. അതായത് ഓരോ ഫ്ലേവർ, അതായത് ജ്യൂസ് അതിനെടുത്തുകൊണ്ട് ഈ മിക്സിയിലിട്ടാണ് ഫ്ലേവർ ഇതിലിട്ടടിക്കും. ഞാനിപ്പോൾ ഇതിൽ ലെമണിൻ്റെ ഒരു ലാർജ് പറഞ്ഞു, നമ്മൾ കുറച്ച് ആൾക്കാരില്ലേ, ഒരു ലാർജ് പറഞ്ഞു. റിച്ചൊക്കെ അട്ടം നോക്കിയിരിക്കണം. ഹലോ, ഇപ്പോൾ ജാം ജൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഷോപ്പാണ് കേട്ടോ. അങ്ങനെ കരിമ്പിൻ്റെ അതേ ബോട്ടിലാക്കിയിട്ട് സാധനം. പൊട്ടിക്ക് അത് ഒലിപ്പിക്കരുത് കേട്ടോ, മെല്ലെ തുറന്നോ. ആ നീ കുടിക്കടിനെ മുന്നേ തലാട്ടണേ. റിനി അടിച്ചാ റിനി ശരിക്ക് ഇറക്കിയിട്ടൊക്കെ പറയുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറ, എന്തിന്റെ ടേസ്റ്റാ? എങ്ങനെ റിച്ചോ? കരിമ്പിന്റെ കരിമ്പ് ലെമണ് സാധാരണ ഇത്ര ലെമന്റെ ഫ്ലേവർ ഉണ്ടാവില്ല. അതന്നെ അത്രേ ഉള്ളൂ, വ്യത്യാസം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. അപ്പൊ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. നമുക്ക് റമദാൻ വരുന്നതിന് മുന്നിലുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ കൂടെ ഇനി റമദാൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി റമദാൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.